മലയാളികളുടെ ഇഷ്ട ജോഡികളായ കുഞ്ചാക്കോ ബോബനും ശാലിനിയും തുടക്കം കുറിച്ച സിനിമയായിരുന്നു അനിയത്തിപ്രാവ്. മലയാളത്തിൽ വൻ ഹിറ്റായതിനെ തുടർന്ന് കാതലിക്ക മര്യാദ എന്ന പേരിൽ വിജയെ നായകനാക്കി തമിഴിൽ റീമേക്ക് ചെയ്തു. ശാലിനി തന്നെയായിരുന്നു നായിക. വിജയുടെ കരിയറിൽ ഒരു ബ്രേക്ക് കൊടുത്ത സിനിമ തന്നെയായിരുന്നു കാതലിക്ക മര്യാദ. അതിനുശേഷം കുഞ്ചാക്കോ ബോബൻ ശാലിനി കോംബോയിൽ വന്ന നിറവും ഇവിടെ സൂപ്പർ ഹിറ്റായിരുന്നു. ആ സിനിമയും തമിഴിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. പിരിയാത വരം വീണ്ടും എന്ന പേരിലാണ് റീമേക്ക് ചെയ്തത്. ചിത്രത്തിൽ പ്രശാന്ത് ആയിരുന്നു നായകൻ, ശാലിനി തന്നെയായിരുന്നു നായിക. ഇവിടെ സൂപ്പർ ഹിറ്റായ ശുക്രയും അതേപോലെ തന്നെ അവിടെ റീമേക്ക് ചെയ്യുകയുണ്ടായി. അതിൽ ശാലിനിയുടെ രംഗങ്ങൾ മാറ്റാതെ പ്രശാന്തിന്റെ രംഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്താണ് ആ പാട്ട് സീൻ മൊത്തം ചിത്രീകരിച്ചത്. പക്ഷേ അതിന് ആ അവസാന ഭാഗത്ത് ഇടയ്ക്കൊരു സീനിൽ കുഞ്ചാക്കോ ബോബൻ പെട്ടെന്നൊന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതൊരു എഡിറ്റിംഗ് പിഴവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ കുഞ്ചാക്കോ ബോബൻ പോലും അറിയാതെ അദ്ദേഹത്തിന്റെ തമിഴ് ഡെബ്യൂട്ട് സിനിമയായി മാറി പിരിയാത വരം വീണ്ടും. ഇങ്ങനെ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.